ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെലർ. എനിക്കറിയാവുന്ന സീറു ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല എന്ന് ഷെൻഷൻ പറയുന്നു. സീറു സെൽഫിഷ് ആണെന്നല്ലേ? അതെ, ഞാൻ സെൽഫിഷാണ്. ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തു, നിന്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഈ ലോകത്ത് എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളെ എനിക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടുമെന്ന് എന്ന് പറയുന്നു. ഷെൻഷൻ ഇത് കേൾക്കുന്നതും കണ്ണീരൊക്കെ തുടച്ചിട്ട് അവൻ വാങ്ങിക്കൊടുത്ത ഐസ്ക്രീം എടുക്കുന്നു. ആ ഒരാള് ഞാനല്ല അല്ലേ എന്ന് ചോദിച്ച് അവൾ ഐസ്ക്രീം കഴിക്കുന്നു. ആ ഒരു സ്പൂണ് കഴിച്ച് കഴിയുന്നതും അവൾ അവിടുന്ന് പോകുന്നു. സീറു ആണെങ്കിൽ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരയുവാണ്. അവളിപ്പോ സാഡായി നടന്നു വരുന്ന സമയത്ത് ഒരു കോള് വരുന്നു. അറ്റൻഡ് ചെയ്യുന്നതും ബോക്സു ഹലോ പറയുന്നു. എന്നാ അവളൊന്നും മിണ്ടുന്നില്ല. സോ ബോക്സു, എന്താ പറ്റിയേ? നീ എവിടെയാ? നീ കരയുവാണോ? എന്താ ഒന്നും മിണ്ടാത്തെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഷെൻഷൻ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ നാളെ ആക്ടിവിറ്റി ഒന്നുമില്ല, സോ ഞാൻ നാളെ ലീവ് എടുക്കുവാണ് എന്ന് പറഞ്ഞ് അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാതെ കോള് കട്ട് ചെയ്യുന്നു. ബോക്സുവിന് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്നാൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മാത്രം മനസ്സിലാവുന്നു. ഷെൻഷൻ ഡ്രിങ്ക്സും വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്ന വാടെ യുവാനെ വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിക്കുന്നു. ഞാൻ കൊളീഗ്സിന്റെ കൂടെയാണ്, നിനക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? സീറുവിന്റെ കൂടെ ഡേറ്റിന് പോയതല്ലായിരുന്നോ നീ? അപ്പൊ ഞാനും കുറച്ച് ഫണ്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ, നീ വരുന്ന ഇങ്ങോട്ടേക്ക് എന്ന് യുവാൻ ചോദിക്കുമ്പോൾ ഏയ് ഞാനില്ല, നീ എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞ് ഷെൻഷൻ കോള് കട്ട് ചെയ്യുന്നു. ഷെൻഷൻ ആ ഡ്രിങ്ക് എടുത്ത് ഫ്യൂച്ചർ സ്റ്റാർ സീറോവിന് വേണ്ടിയിട്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മുഴുവൻ ഇരുന്ന് കുടിക്കുന്നു. പിന്നെയും എൻ്റെ സോങ് വേൾഡ് മുഴുവൻ കേൾക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിക്കും, നിന്നെ അടക്കം എന്ന് സീറു പറഞ്ഞത് ആലോചിച്ച് നീ അതെല്ലാം വൈകാതെ നേടും, അപ്പം നിനക്ക് എല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്കോ, എൻ്റെ കാര്യമോ, എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഇവിടെ സീറു ആണെങ്കിൽ ലിറിക്സ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ ദേഷ്യവും സങ്കടവും എല്ലാം കാരണം ആ ലിറിക്സ് പേപ്പർ അവൻ കീറിക്കളയുന്നു. അവൻ ഒരിക്കലും ഷെൻഷനെ ഇതുപോലെ ഹേർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ അവനത് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ബോക്സു ഷെൻഷന്റെ വീട്ടിലേക്ക് വരുന്നു. ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ഷെൻഷൻ ഉറങ്ങുന്നതാണ്. അവളുടെ അടുത്തേക്ക് പോയി ടേബിൾ ലാമ്പ് ഓണാക്കുന്ന സമയത്താണ് അവളുടെ കയ്യിൽ ഡ്രിങ്ക്സ് ബോട്ടിലുള്ളത് അവൻ കാണുന്നത്. ആ ബോട്ടിൽ എടുത്ത് നോക്കുമ്പോൾ അത് മുഴുവൻ ഷെൻഷൻ കുടിച്ചിട്ടുണ്ട്. അത് മാറ്റിവെച്ച് ഒരു കപ്പ് വെള്ളവും ടേബിളിൽ വെച്ച് അവൾക്ക് ബ്ലാങ്കറ്റ് പുതപ്പിച്ചു കൊടുക്കുന്നു. ഷെൻഷനെ ഇതുപോലൊരവസ്ഥയിൽ കണ്ട് ബോക്സുവിന് ഹേർട്ടാവുന്നു. അവളുടെ അടുത്തിരുന്ന് തലോടി കൊടുത്ത് ഇത് അവൻ കാരണമാണോ എന്ന് ചോദിക്കുന്നു. എന്തായാലും അവൻ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോക്സ് വീട്ടിലേക്ക് എത്തി ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ഗേളിന്റെ ചിത്രം വരയ്ക്കുന്നു. ഷെൻഷനെയാണ് അവൻ വരച്ചിരിക്കുന്നത്. പിറ്റേന്ന് യുവാൻ വന്ന് ഷെൻഷനെ ഉണർത്തുന്നു. ഷെൻഷന് തലവേദനയാണെന്ന് പറയുന്നത് കാരണം അവൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി യുവാൻ നോക്കുമ്പോഴാണ് ആ ടേബിളിൽ ഒരു ഡ്രിങ്ക്സ് ബോട്ടിൽ ഇരിക്കുന്നത് കാണുന്നത്. അതും എടുത്ത് ഇതെല്ലാം നീ ഇന്നലെ നൈറ്റ് ഒറ്റയ്ക്ക് കുടിച്ചതാണോ എന്ന് ചോദിക്കുന്നു. വീണ്ടും അവള് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ? സീറു നിന്നോട് ആ 3 വേർഡ്സ് പറഞ്ഞോ? എഴുന്നേക്ക് എന്നിട്ട് എന്നോട് പറ, ഈ വക ഗുഡ് ന്യൂസ് ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യണമെന്നാ എന്ന് നല്ല ഹാപ്പി ആയിട്ട് അവള് പറയുന്നു. ഷെൻഷൻ അവൻ എന്നോട് പറഞ്ഞു നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്നതാ നല്ലതെന്ന്. ഇത് കേൾക്കുന്നതും യുവാന് നന്നായി ദേഷ്യം വരുന്നു. അവനെങ്ങനെ അങ്ങനെ പറയാൻ കഴിയാ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ സീറുവിനോട് ആ കാര്യം ചോദിക്കാൻ വേണ്ടി യുവാൻ പോകാൻ നിൽക്കുവാണ്. ഷെൻഷൻ അവളോട് വേണ്ടാന്ന് പറഞ്ഞ് ഞാനൊരു പൊട്ടത്തിയായി എന്ന് പറയുന്നു. യുവാൻ നീ എന്താ എന്നോട് നേരത്തെ ഈ കാര്യം പറയാതിരുന്നേ? അവിടെയാണെങ്കിൽ സൗണ്ട് കാരണം ഞാനൊന്നും കേട്ടുമില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വരുമായിരുന്നു എന്ന് പറഞ്ഞ് എന്ത് പൊട്ടനാ അവൻ, എന്തൊരു അഹങ്കാരിയാ, അങ്ങനെ ഒരുത്തനായിരിക്കും അവൻ ആരെങ്കിലും വിചാരിച്ചോ എന്ന് സീറുവിനെ പറ്റി പറയുന്നു. ഷെൻഷൻ അവൻ അഹങ്കാരമൊന്നുമല്ല, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവൻ നല്ലവനാ. അറ്റ്ലീസ്റ്റ് സത്യസന്ധമായിട്ട് അവൻ കാര്യമെങ്കിലും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവനെ ന്യായീകരിക്കുന്നു. പക്ഷെ യുവാന് ഈ ന്യായീകരണം തീരെ ഇഷ്ടാവുന്നില്ല. ഷെൻഷൻ ആ കാര്യം വിടാൻ പറഞ്ഞ് നീ ഇന്നലെ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്നലെ കൊളീഗ്സിന്റെ കൂടെ പാട്ടൊക്കെ പാടിയിട്ട് അവിടെ ഇരുന്നു. നീ ഇന്നലെ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വന്നേനെ എന്ന് യുവാൻ പറയുന്നു. ഷെൻഷൻ നീ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും, ആരോ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. നീ ഇന്നലെ ഒരുപാട് കുടിച്ചതല്ലായിരുന്നോ? ചിലപ്പോൾ അതിന്റെ ഹാങ് ഓവർ ആയിരിക്കും. നീ ഇപ്പൊ കിടക്ക, ഞാൻ പോയിട്ട് ഹണി വാട്ടർ ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് യുവാൻ അവിടുന്ന് പോകുന്നു. ബോക്സു വീട്ടിലെ ലിറിക്സ് പേപ്പർ നോക്കുവാണ്. ബട്ട് അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഷെൻഷനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അവള് നല്ല സങ്കടത്തിലായിരുന്നു. എന്തെങ്കിലും പ്രസന്റ് കൊടുത്താലോ എന്ന് ചോദിച്ച് ബോക്സു ഫോൺ എടുത്ത് ഗിഫ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ടൈമിൽ കോളിംഗ് ബെല്ല് കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ അത് യാനാണ്. ഡോറ് തുറക്കുന്നതും യാൻ അവനെ ഹഗ് ചെയ്യുന്നു. യാൻ, നിനക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഞാൻ ചൈനയിൽ നിൽക്കാൻ പോകുവാണ്. ഇത് നോക്ക്, ഇത് നീ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അവളെ നെക്ലേസ് കാണിച്ചു കൊടുക്കുന്നു. ഇതും പറഞ്ഞ് യാൻ ബോക്സുവിനെ എന്തെങ്കിലും പുറത്തു പോയി കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുവാണ്. ബോക്സു എനിക്ക് ഇപ്പം പറ്റില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വർക്കിന് പോകും, ഒരു മീറ്റിംഗ് ഉണ്ട്, സോ എനിക്ക് കമ്പനിയിലേക്ക് പോകണം എന്ന് പറയുന്നു. പക്ഷേ ഞാൻ എല്ലാം ബുക്ക് ചെയ്തല്ലോ എന്ന് അവൾ പറയുമ്പോൾ ബോക്സു നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് പറയുന്നു. യാൻ നീ എപ്പോഴും ബിസിയാ, അല്ല നിനക്ക് കഴിക്കുന്നതിൻ്റെ ഇടയിലും വർക്ക് ചെയ്യാലോ എന്ന് പറയുന്നു. ബോക്സു പക്ഷേ എന്ന് പറയലും ഷെൻഷൻ അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ബോക്സ് പറയുന്നു. ഞാൻ ഷെൻഷനെ കാണുന്നതും അവളോട് നിനക്ക് നല്ല ടൈമിംഗ് ആണല്ലോ, ഞാനും ബോക്സും പുറത്തു പോകാൻ നിൽക്കുക, നീ വരുന്നോ കൂടെ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അതിന് റിപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ ബോക്സു ഞങ്ങൾക്ക് വർക്കിന് പോകാനുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഓക്കെ ഫൈൻ, എൻ്റെ കൂടെ അടുത്ത പ്രാവശ്യം ഡിന്നർ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നു. ബോക്സ് പ്രോമിസ് കൊടുക്കുന്നു. അവൾ ബോക്സുവിനെ ഹഗ് ചെയ്ത് ബായ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പൊ ബോക്സ് ഷെൻഷനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ എന്ത് കുഴപ്പം എന്ന് ചോദിക്കുന്നു.
ചോദിക്കുന്നു. നിനക്ക് ജലദോഷമായിരുന്നു എന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ബോക്സ് ചോദിക്കുന്നു. അതത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് അവൾ റിപ്ലൈ കൊടുക്കുന്നു. ബോക്സ് പിന്നെയും ചോദിക്കുമ്പോൾ ഷെൻഷൻ അതൊരു ജലദോഷം മാത്രമാണ് എന്ന് പറയുന്നു. ബോക്സു നിന്റെ അസുഖം കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു. ഷെൻഷൻ അത് കാര്യമാക്കാതെ നീ എന്താ ചേഞ്ച് ചെയ്യാത്ത, വൈസ് പ്രസിഡന്റ് ലീന നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ബോക്സു ഞാനെന്തിനാ കമ്പനിയിലേക്ക് വരുന്നേ, അവർക്ക് നിന്നോട് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു. അത് ചിലപ്പോൾ നിന്നോട് പറയാൻ പാകത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും എന്ന് ഷെൻഷൻ പറയുന്നു. എന്നാ അവരവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ പിയാനോ വായിച്ച് സിംഗ് ചെയ്യുന്നു. അവന്റെ കലാപരിപാടി കഴിയുന്നതും നന്നായിട്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ എന്ന് അവൻ തന്നെ ചോദിക്കുന്നു. ഇത് നീ എഴുതിയതാണോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. അതിലൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് എഴുതി, എന്നിട്ട് എന്നോട് പാടാൻ പറഞ്ഞു. ഇത് നല്ലതാണോ അല്ലയോ അത് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് ബോക്സ് പറയുന്നു. ഈ സോങ്ങിൽ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല എന്ന് അവള് പറയുന്നതും ബോക്സു അതെന്താന്ന് വെച്ചാലേ പിയാനോ മാത്രമല്ല ഇപ്പൊ പ്ലേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൂടെ കൊടുത്ത് മെലഡി ആഡ് ചെയ്യണം, അപ്പൊ പെർഫെക്റ്റ് ആയിരിക്കും എന്നവൻ പറയുന്നു. ഷെൻഷൻ ഇതതിന് ആ മെലഡിയോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്സോ കാരണമല്ല, ആ പാട്ടിന്റെ ലാസ്റ്റ് പാർട്ടും ശരിയല്ല, സോ ഈ സോങ് പെർഫോം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്നവള് പറയുന്നു. ബോക്സു നീ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടെ പാടാം എന്ന് പറയുമ്പോൾ ഷെൻഷൻ ഞാൻ നന്നായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, വീണ്ടും കേട്ടു എന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ സോങ് മാറാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഒരുപാട് ടൈമായി, നമുക്ക് കമ്പനിയിലേക്ക് പോവാം. നിന്റെ ഏജന്റ് എന്ന നിലയിൽ ഈ സോങ് പെർഫോം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല, പിന്നെ നിന്റെ ഫ്രണ്ടിന്റെ മുന്നിൽ മോശക്കാരനാവാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ സോങ് വാങ്ങാം, നമ്മുടെ കയ്യിൽ പണമുണ്ട്, ബട്ട് പെർഫോം ചെയ്യാൻ അത് വേണ്ട എന്നവള് പറയുന്നു. ബോക്സുവിന്റെ എക്സ്പ്രഷൻ കണ്ട് അപ്പൊ ഈ സോങ് നീ എഴുതിയതാണോ എന്നവള് ചോദിക്കുന്നു. ബോക്സു അത് എനിക്ക് തോന്നുന്നത് ടൈമായി എന്നാണ്, നമുക്ക് കമ്പനിയിലേക്ക് പോവാം, നമ്മളെ അവിടെ വൈസ് പ്രസിഡന്റ് ലീന മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഷെൻഷൻ ഇത് കണ്ട് ചിരിക്കുന്നു. ഇപ്പൊ അവര് ലീനയുമായിട്ട് മീറ്റിംഗിലാണ്. ലീന ഞാനിപ്പോ നിന്നോട് പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ മുഴുവനായിട്ട് കേൾക്കണം, എന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം നിനക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. അപ്പോ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ എന്ന് ബോക്സ് ചോദിക്കുന്നു. ലീന അങ്ങനെയല്ല, ലാസ്റ്റ് ടൈം നീ വിവിയാനുമായിട്ട് ആഡ് ചെയ്യാനായിരുന്നു പോയത്, പക്ഷേ അത് വെൻവനായി. നിന്റെ ആ ഒരു കോപ്പറേഷനിൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്, ക്ലയൻസിനും ആ കാര്യം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അവരുടെ കമ്പനി ഇന്റർനാഷണൽ ചാരിറ്റിക്കും ബിസിനസ് ഇവന്റ്സിനും എല്ലാം വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് നിന്നെയും അവളെയും വെച്ച് ഫോം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല ചാൻസ് ആണെന്നാണ്, അവര് നല്ല പണം ഓഫർ ചെയ്തിട്ടുണ്ട്, പിന്നെ പബ്ലിസിറ്റിയും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും ബോക്സുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ എന്താ കളിക്കുവാണോ, ഞാനും അവളും ഒരു ഗ്രൂപ്പോ എന്ന് ചോദിക്കുന്നു. ലീന എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പാസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആയില്ലേ, അത് വിട്ടുകള, പിന്നെ ഇങ്ങനെ ചെയ്താൽ ഇത് നിനക്കും നല്ലതായിരിക്കും എന്ന് പറയുന്നു. ബോക്സു ഈ സംസാരം എങ്ങോട്ടേക്കാ പോകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര നല്ല കാഴ്ചശക്തി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഈ ഈച്ചയുടെ ഒക്കെ പോലെ. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കാഴ്ചയ്ക്ക് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞതാ. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്, ചിലർ എന്നിൽ അഴിമതി കാണാറുണ്ട്, കോപ്പി അടിച്ചു എന്നുള്ള ന്യൂസ് കാണാറുണ്ട്, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അടക്കം കാണാറുണ്ട്. ഫൈനലി ഇപ്പോൾ ഒരു എന്റർടൈൻമെന്റ് സ്നാക്ക് കൂടായിട്ട് അവർ കാണാൻ തുടങ്ങണം, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്നവൻ ചോദിക്കുന്നു. ലീന നിന്റെ മൂഡ്സിയുള്ള നാവിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഫൈനലി ഞാനത് കണ്ടു, പക്ഷേ സാരമില്ല, ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, നിനക്കൊരു നല്ല ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ബോക്സു നമ്മൾ രണ്ടുപേരും ഇമേജിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപോലെയല്ല, നിങ്ങൾ ഇങ്ങനെ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഇഷ്ടവും അല്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേക്കുന്നു. ലീന ശരി നിനക്ക് പോകാം, ഞാൻ ഷെൻഷനോട് ഇതിന്റെ ഡീറ്റെയിൽസ് സംസാരിച്ചോളാം, ബാക്കി അവള് നോക്കിക്കോളും എന്ന് പറയുന്നു. ബോക്സു ഞാൻ എന്താണിപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതോ കേട്ടില്ലേ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നതും ഷെൻഷൻ ബോക്സുവിനെ തടയുന്നു. ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് നീ കേട്ടില്ലേ എന്ന് ലീന തിരിച്ചു ചോദിക്കുന്നു. വെൻവനുമായിട്ടുള്ള കോപ്പറേഷനെ പറ്റി കേട്ടപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഷെൻഷൻ പറയുന്നു. ലീന നീ ആരാണെന്ന് നീ മറന്നു പോകുന്നുണ്ട്, നീ അവന്റെ ഏജന്റ് ആയിരിക്കാം, എന്നാൽ ഞാൻ ഈ കമ്പനിയിലെ നിന്റെ ബോസാണ്, ഞാൻ പറയുന്നത് നീ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിന്നെ ഫയർ ചെയ്യാം, സോ ഓരോ പക്ഷം പിടിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എന്ന് പറയുന്നു. ഷെൻഷന്റെ ഒരു ടെൻഷനും ഇല്ലാത്ത പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ലീന നിനക്കെന്താ എന്നെ കാണുമ്പോൾ വിഡ്ഢിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അങ്ങനെയൊന്നുമില്ല, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമില്ലേ അതെനിക്ക് നല്ല പരിചയമുണ്ട്, സ്റ്റാർ എന്റർടൈൻമെന്റിൽ എൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നിന്നെ എനിക്ക് ഫയർ ചെയ്യാൻ പറ്റും എന്നൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബോക്സുവിനെ നോക്കിയിട്ട്
ബോക്സുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം ആലോചിച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ അത് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നതും എന്നവള് പറയുന്നു. ലീന, എന്നെ ആ കാര്യത്തിലേക്ക് നീ അധികം വലിച്ചഴക്കാൻ നോക്കണ്ട. നിന്റെ പുറകിൽ ഇവനുണ്ടെന്നുള്ള ധൈര്യമാണോ നിനക്ക്? അതുകൊണ്ട് തന്നെ നിനക്ക് എന്തും ചെയ്യാമെന്നാണോ? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഈ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നതൊക്കെ ഒരാൾക്കും ഒരിക്കലും തകർക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ഇതൊരു വാണിംഗ് ആയിട്ട് നീ എടുത്തോ എന്ന് പറയുന്നു. ഷെൻഷനും, നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തത്. മാത്രമല്ല എന്നെ തന്നെ വിശ്വസിക്കുന്നതും. നമ്മളിപ്പോൾ വെൻവനുമായിട്ടുള്ള കോപ്പറേഷൻ്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞു. അടുത്ത എന്തെങ്കിലും കോപ്പറേഷനെ കുറിച്ച് അടുത്ത പ്രാവശ്യം സംസാരിക്കാം എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് പോവാം എന്ന് ബോക്സുവിനോട് ചോദിക്കുന്നു. ബോക്സ് പോവാൻ നിന്ന് പിന്നെയും തിരിഞ്ഞ് ലീനയോട് അവൾ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു പോകുന്നു. ബോക്സ് നല്ല ഹാപ്പിയാണ്. സോ വരുന്ന വഴിക്ക് കോവർക്കേഴ്സിനോട് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓർഡർ ചെയ്തോ, എൻ്റെ ട്രീറ്റാണ് എന്ന് പറയുന്നു. അവരാദ്യം ഒന്ന് വണ്ടറാവുന്നു, പിന്നെ ഒത്തിരി ഹാപ്പി ആവുന്നു. ഇവിടെ ലീന ദേഷ്യത്തിൽ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് വന്ന് ബോക്സുവിനെ എന്തെങ്കിലും ചെയ്യണം. ഈ ലോകത്ത് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ ഷെൻഷനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റില്ല എന്നാണോ? അവക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? നിന്റെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെയാണോ റൂള്? എല്ലാം തലകീഴായിട്ടാണോ നടക്കുന്നത് എന്നെല്ലാം ചോദിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പ്രസിഡന്റ് പോയി ഡോറ് ക്ലോസ് ചെയ്യുന്നു. നീ ഒന്ന് കൂളാവ്. ഇവിടെ എല്ലാവരും ഈ സംസാരം കേൾക്കും. എന്നെ നാണം കെടുത്തിയിട്ട് അടങ്ങൂ എന്നാണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ലീന ഇതൊന്നും കേൾക്കാതെ ഷെൻഷനെ ഫയർ ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യുവാൻ വീട്ടിലേക്ക് വന്ന് ടയർഡായിട്ട് ഇരിക്കുവാണ്. നിനക്കറിയോ, ഇന്ന് സീറുവിന്റെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ആ ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാൻ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് എന്നെ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് സീറുവിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് യുവാൻ ഓർമ്മ വരുന്നത്. അവൾ ഉടനെ സോറി ഞാൻ സീറുവിന്റെ കാര്യമാണല്ലേ പറഞ്ഞത്, അത് വിട്. നീ ഇന്ന് കമ്പനിയിൽ ബോക്സുവിന്റെ മുന്നിൽ വെച്ചിട്ട് വൈസ് പ്രസിഡന്റിനെ എതിർത്ത് സംസാരിച്ചിരുന്നോ? കമ്പനിയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഫയർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് എന്നവള് പറയുന്നു. ഷെൻഷൻ, അതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അതായിപ്പോയി. ഇനി എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നവള് പറയുന്നു. ഈ ടൈമിൽ ലീന ഷെൻഷന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. യുവാനും അവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. സോറി, ഞാൻ നിന്നോട് ഇന്ന് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വെൻവന്റെ മാനേജറിനോടും കോൺട്രാക്ടിനോടും നോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറെ വല്ല ആഡും നോക്കാം. നീ എന്തായാലും ബോക്സുവിനോട് ഈ കാര്യം പറഞ്ഞ് അവനോട് കാമായിട്ടിരിക്കാൻ പറ. നമ്മളെന്തായാലും ഈ ആഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ലീന കോള് കട്ട് ചെയ്യുന്നു. പിറ്റേ ദിവസം ഷെൻഷൻ കമ്പനിയിലേക്ക് വരുവാണ്. ഷെൻഷനെ കാണാൻ വേണ്ടി ബോക്സുവിന്റെ ഫാൻ ക്ലബ് ലീഡർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഷെൻഷൻ, നീ മാനേജർ സന്നെ നോക്കി വന്നതാണോ എന്ന് ചോദിക്കുന്നു. ഫാൻ ക്ലബ് ലീഡർ, ഇല്ലില്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. നമുക്ക് കോഫി കുടിച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഷെൻഷൻ ഓഫീസിലേക്ക് വന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഫാൻ ക്ലബ് ലീഡർ വേണോ വേണ്ടയോ എന്ന് കരുതി പോകുന്നു. ഇപ്പൊ ക്ലബ് ലീഡർ ഫാൻ മീറ്റിംഗിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് അറേഞ്ച് ചെയ്യണം. കുറച്ച് ബിസി ആയത് കാരണം ആ കാര്യം മറന്നുപോയതാണ്. ബ്രാഞ്ച് ഹെഡേഴ്സിനെ എനിക്ക് ആദ്യം മീറ്റ് ചെയ്യണം എന്ന് ഷെൻഷൻ പറയുന്നു. ക്ലബ് ലീഡർ, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എല്ലാ കാര്യത്തിലും ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ഷെൻഷന് കൊടുക്കുന്നു. ഷെൻഷൻ ആ ഗിഫ്റ്റ് അതുപോലെ തിരിച്ചു കൊടുക്കുന്നു. എന്നാൽ ക്ലബ് ലീഡർ ഒരുപാട് കെഞ്ചി പറയുന്നത് കാരണം ഷെൻഷൻ ആ ഗിഫ്റ്റ് പാതി മനസ്സോടെ സ്വീകരിക്കുന്നു. ക്ലബ് ലീഡർ പോയതിനു ശേഷം ഷെൻഷൻ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ പൈസയാണ് കാണുന്നത്. സോ അവൾ നേരെ ക്ലബ് ലീഡർ അടുത്തേക്ക് പോയി ഇത് മറന്നു വെച്ചു എന്ന് പറഞ്ഞ് ആ പണം തിരിച്ചു കൊടുക്കുന്നു. ക്ലബ് ലീഡർ, ഇല്ലില്ല, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് നിനക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് എന്ന് പറയുന്നു. ഷെൻഷൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പണം കമ്പനിയിലേക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഉടനെ ക്ലബ് ലീഡർ പേടിച്ചുകൊണ്ട് ആ പണം തിരിച്ചു വാങ്ങുന്നു. ഇപ്പോ കമ്പനി ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കുവാണ്. ബോക്സും സീറുവും ഓപ്പോസിറ്റ് ടീമാണ്. ഷെൻഷനും അവിടെയുണ്ട്. യുവാനും ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നു. ഷെൻഷനോട്, ബോക്സുവിന്റെ ഫാൻ ക്ലബ് ലീഡർ ഇല്ല, എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നിന്നെ പറ്റി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് എനിക്ക് ഈ പെൻഡന്റ് ഗിഫ്റ്റ് ആയിട്ട് തന്നു എന്ന് പറയുന്നു. ഷെൻഷൻ, നീ എന്തിനാ അത് വാങ്ങാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ യുവാൻ, ഞാനിത് വാങ്ങിയതല്ല, എന്റെ കയ്യിൽ വെച്ച് തന്നതാ. പെട്ടെന്ന് തന്നെ അവൾ ഓടിപ്പോയി, അതുകൊണ്ട് എനിക്ക് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറയുന്നു. ഷെൻഷൻ, ഞാനൊരു കാര്യം പറയാം. സീറു ഇപ്പൊ പോപ്പുലർ ആയിട്ട് വരുവാണ്. നീ അവന്റെ അസിസ്റ്റന്റുമാണ്. അതുകൊണ്ടാണ് ഇത് നിനക്ക് തന്നത്. സോ എന്തായാലും ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. യുവാൻ അതിന് ഓക്കെ പറയുന്നു. ഇവിടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. സീറു ഷെൻഷനെ നോക്കുന്നത് കണ്ടിട്ട് ബോക്സുവും നോക്കുന്നു. അവൾ ചിരിക്കുന്നത് നോക്കി നിൽക്കുന്ന ടൈം കൊണ്ട് സീറു സ്കോർ ചെയ്യുന്നു. ബോക്സു തിരിച്ച് അറ്റംപ്റ്റ് നടത്തുന്നതിന്റെ മുന്നേ തന്നെ സീറു അവനെ ഫൗൾ ചെയ്യുന്നു. റെഫറി വിസിൽ വിളിക്കുന്നു. സീറു, സോറി, വേണമെന്ന് കരുതിയതല്ല എന്ന് പറയുന്നു. ബോക്സു, ഇങ്ങനെയാണോ നീ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സീറു ഫ്രീ ത്രോ എന്ന് പറയാനും ബോക്സു അത് ഉറപ്പാണല്ലോ എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുന്നു. റെഫറി 2 ഫ്രീ ത്രോ കൊടുക്കുന്നുണ്ട്. ബോക്സുവിന്റെ ഫസ്റ്റ് ട്രൈ മിസ് ആവുന്നു. സെക്കൻഡ് ത്രോ ചെയ്യുന്നതോടുകൂടി ഈ എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.